ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡിസൈനിങ് ആണ്. അപ്പോൾ വേഗത്തിൽ നമുക്ക് എഡ്ജ് ഷാർപ്പൊന്നും ശരിയാക്കാതെ തന്നെ വേഗത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടാണ് ആർക്കും ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ ഞാനൊരു ബൗള് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി തണുത്തിട്ടുള്ള ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഒരു ബൗളിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അംശം തീരും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്രീം അതുപോലെ തന്നെ ക്രീമും കട്ടില്ലാണ്ട് ഐസുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ വേണം നമുക്ക് ക്രീമും എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാനത് ക്രീം നന്നായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വേണം നമുക്കിതൊന്ന് വിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാനിത് സ്പഞ്ച് ഇട്ടാ, അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് വെച്ചിട്ടല്ല നമ്മൾ ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 3 ലെയറാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസ് എടുത്തിട്ട് അതിൻ്റെ താഴെ കുറച്ച് ക്രീം ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു സ്പഞ്ചിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്പഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതാ 3/4 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഷുഗർ സിറപ്പ് എല്ലായിടത്തും റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ പേപ്പർ ബാഗിൽ എന്താ പറയുക ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഒരു ബാസ്ക്കറ്റ് നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ക്രീം ഇതുപോലെ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലോണം കംഫർട്ടായി തോന്നിയിട്ടുള്ളത് ഈ ഒരു ബാസ്ക്കറ്റ് നോസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ ക്രീം ഇതിൽ റെഡിയാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് എന്താ പറയുക ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈക്വലായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി കൊടുക്കുക. അതിന് ശേഷം ഞാനിതാ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചധികം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത സ്പഞ്ച് കൂടി ഞാനിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചധികം തന്നെ ചോക്ലേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാണ്ടിരിക്കട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ എല്ലാ ലെയറും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നോസിൽ വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ നൈഫ് ഒന്ന് ചെറുതായിട്ട് ചെരിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും എടുത്തതാണിത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എഡ്ജ് ഷാർപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ സൈഡിലൊക്കെ ചോക്ലേറ്റ് വെച്ചിട്ട് ഫില്ലാക്കിയിട്ട് എടുക്കുകയാണ് ഈ ഒരു കേക്ക്. അപ്പം നല്ല തണുപ്പ് വേണം കേട്ടോ. ചോക്ലേറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ ഈ കേക്കിൽ ഇതൊന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കേക്കും നല്ല തണുപ്പ് വേണം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കാണുന്നില്ലേ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈന് മേലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു നോസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോസിൽ വെച്ചിട്ടാണ് മേലെ ചെറുതായിട്ടൊരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലൊരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു മീഡിയം സൈസുള്ള ഒരു നോസിലാണ്. അപ്പോൾ ഇതുപോലത്തെ നോസിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ വരച്ചെടുക്കുന്ന സമയത്ത് ആ കേക്ക് കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഇതുപോലത്തെ ഈ ഒരു ഫ്ലവർ വരച്ചിട്ടാണ് കേക്ക് സെയിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ചെറീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ഫ്ലവർ വിട്ടിട്ട് ചെറീസ് വെച്ച് കൊടുക്കുക. മൊത്തത്തിൽ വെച്ചെടുക്കുമ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല കേട്ടോ.
ഇനിയിപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വീണ്ടും മാറ്റുന്നുണ്ട്. കുറച്ച് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സെയിൽ ചെയ്യാനാകുമ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫോണ്ടൻറ്റിൽ നെയിം ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ലുക്കിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു കേക്ക് തന്നെയാണ് ഇട്ടത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഡിസൈനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇങ്ങനെ ചെയ്ത് നോക്കുക. നന്നായി ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.